ഈ വിജയം യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയമാണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ഭരണമെന്ന് പറയുന്നത് അത്രത്തോളം നഗരജീവിതം ദുസ്സഹമാക്കിയ ഭരണമായിരുന്നു. പുതിയ പദ്ധതികളൊന്നും കൊണ്ടുവരാതെ കൊച്ചി നഗരത്തെ അനാഥമാക്കി മാറ്റിയ പോലുള്ള ഒരു ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ വിജയമാണ്. ഞങ്ങൾ കരുതുന്നത് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിജയമാണ്. UDF തിരിച്ചു വരണമെന്നും മുൻകാലങ്ങളിൽ UDFന്റെ കാലഘട്ടത്തിൽ ചെയ്തതുപോലെയുള്ള 10 വർഷക്കാലം UDF ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു കൊച്ചി നഗരത്തിൽ. അന്ന് ഉണ്ടായിരുന്നത് പോലെയുള്ള പദ്ധതികളും വികസന കാര്യങ്ങളും ഇപ്പോൾ സ്മാർട്ട് സിറ്റി തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അതുപോലെയുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ഈ നഗരം വലിയ വികസനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമതായി സംസ്ഥാന സർക്കാരിന്റെ ഭരണം അത് വലിയ ഘടകമായിട്ടുണ്ട്. വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാത്ത, സ്ത്രീ സംരക്ഷണം നടത്താൻ കഴിയാത്ത, സ്ത്രീ സുരക്ഷ നടത്താൻ കഴിയാത്ത, ആരോഗ്യരംഗം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ മെഡിക്കൽ കോളേജുകളിൽ പോകാൻ കഴിയാതെ വരും. അപ്പോൾ അതൊക്കെ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം, അംഗൻവാടി ടീച്ചേഴ്സിന്റെ പ്രശ്നം, ഇതെല്ലാം വലിയ ഘടകമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സർക്കാരിനെതിരെയും നഗരസഭാ ഭരണത്തിനെതിരെയുമുള്ള വലിയ വികാരമാണിപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ വിജയമാണെന്നാണ് UDF കാണുന്നത്. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ടീം UDFന്റെ ഒരു വിജയം കൂടിയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചാർജ് ഉണ്ടായിരുന്ന സ്ഥലമാണ് കൊച്ചി നഗരസഭ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വം വലിയ ശക്തമായ രീതിയിൽ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മുമ്പോട്ട് ഈ നഗരത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം പോലെ തന്നെ വികസിത നഗരം, സുരക്ഷിത നഗരം, ഇതായിരിക്കും നമ്മളുടെ മുദ്രാവാക്യം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും താഴെത്തട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാം പ്രശ്നങ്ങൾ മനസ്സിൽ എടുത്തുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക. അല്ല, അതിൻ്റെ അകത്തിപ്പോൾ നേതൃത്വം കൂട്ടായി ഒരു തീരുമാനമെടുക്കും. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ AICCയുടെ നേതാക്കളും എല്ലാം കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും. അത്രയുമേ അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് വേറെ ഒന്നുമില്ല. സാധാരണ അത് തന്നെയാണല്ലോ ഒരു പ്രോസസ്സ്. നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു രീതി UDFനില്ല. പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആയാലും മേയർ ആയാലും പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നേയില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരിക. അത് കൂടി ആലോചിച്ചായിരിക്കും തീരുമാനം ഉണ്ടാകുക. അതിനപ്പുറം വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. അതാണല്ലോ വേണ്ടത്. VC പ്രസിഡന്റ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുക. അതാണല്ലോ വേണ്ടത്. പാർട്ടിക്ക് വിധേയമല്ലാത്ത ഒരാളെ നമുക്ക് ആക്കേണ്ട കാര്യമില്ല. വലിയ ഭൂരിപക്ഷമല്ലേ, 47 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ UDF വന്നു. തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും എല്ലാം ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം പരിഗണിക്കുമല്ലോ, എല്ലാ കാര്യങ്ങളും പരിഗണിക്കണമല്ലോ. കാരണം UDFനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചും ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിട്ടുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ ഇൻക്ലൂസീവ് സെക്യുലറിസം എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്, അതിപ്പോഴും ചെയ്യും. അല്ലാതെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗം, നമുക്കറിയാം രാജ്യത്തു നിന്നുള്ള ഭരണം അറിയാം, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മതവുമില്ല എന്ന് പറയുന്ന രീതി അല്ലല്ലോ കോൺഗ്രസിന്റെ സെക്യുലറിസം. അതല്ലല്ലോ നമ്മുടെ ഭരണഘടന പറയുന്ന സെക്യുലറിസവും അത് തന്നെയാണല്ലോ.